ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ആൾ ഗായ്സ്. അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി ഒരു ചെറിയ അൺബോക്സിംഗ് ആണ് കേട്ടോ. അപ്പം നമ്മൾ വാങ്ങിയ നമ്മുടെ ഇയറിങ്സ് ആണ് നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇയറിങ്സിൻ്റെ പാക്കറ്റ് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ 4 ടൈപ്സ് ഓഫ് ഇയറിങ്സ് ആണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പം നമ്മളിത് വാങ്ങിയത് പള്ളിക്കുന്ന് പെരുന്നാളിനാണ് കേട്ടോ. അപ്പം നമ്മുടെ പെരുന്നാൾ വ്ളോഗ് ഓൺ ദ വേ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പം തന്നെ എത്തും. എന്തായാലും നമുക്കിന്ന് ഈ ഇയറിങ്സ് എല്ലാം ഇട്ട് നോക്കാം കേട്ടോ. അപ്പം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ഏതാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറന്ന് പോവരുത് കേട്ടോ ഗായ്സ്. അപ്പോൾ ഈ 4 ടൈപ്സ് ഓഫ് ഇയറിങ്സും ഡിഫറെൻ്റ് ആണ് കേട്ടോ. 4 ഡിസൈൻസ് ആണ്. അപ്പോൾ ജിമിക്ക് വരുന്നുണ്ട്, അല്ലാതെ ബ്ലാക്ക് മെറ്റൽ പോലത്തെ ഒരു പീസ് വരുന്നുണ്ട്, പിന്നെ ഫാൻസി ടൈപ്പ് വരുന്നുണ്ട്, പിന്നെ കുറച്ചൊരു ട്രഡീഷണൽ ലുക്ക് വരുന്നുണ്ട്. അങ്ങനെ 4 പീസസ് ഓഫ് വെറൈറ്റി ഓഫ് ഡിഫറെൻറ്റ് ഇയറിങ്സ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പം ഈ ഒരു ഇയറിങ്സിൻ്റെ പ്രൈസ് എന്താ നിങ്ങൾക്ക് അറിയണ്ടേ? എല്ലാ ഇയറിങ്സിനും ജസ്റ്റ് എത്ര റുപ്പീസാണെന്നറിയോ? 30 റുപ്പീസേ ഉള്ളൂ. ഏത് ഇയറിങ്സ് എടുത്താലും 30 രൂപയാണ് അവിടെ അവർ ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ ആ ഷോപ്പിൽ ഏതായാലും പോയതാണ്. അപ്പോൾ കിട്ടിയ 4 എണ്ണം നമ്മൾ ചൂസ് ചെയ്ത് വാങ്ങിയതാണ് കേട്ടോ. അപ്പം ഇവന്മാരെല്ലാം എൻ്റെ കയ്യിലിപ്പോൾ ഇരിക്കുകയാണ്. നമുക്ക് ഓരോരുത്തരെയായിട്ട് ഇട്ട് നോക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് സെലക്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു ബ്ലാക്ക് ഇയറിങ്സ് ആണ് കേട്ടോ. നമ്മുടെ കുഞ്ഞാറ്റീൻ്റെ ഇയറിങ്സ് ആണിത്. അവനാണ് ഇത് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ഡിഫറെൻറ്റ് പീസസ് ഓഫ് ഇയറിങ്സിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള 4 പീസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇവനെ ട്രൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഡിസൈൻ എല്ലാം വന്നിട്ട് ഫുൾ സർക്കിൾ ഷേപ്പാണ് കേട്ടോ. അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇയറിങ്സ് ആയിരുന്നു. അതുപോലെ തന്നെ ഞാൻ അങ്ങനെ ഇയറിങ്സ് യൂസ് ചെയ്യാറില്ല, എന്താണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലും ഒക്കേഷൻസിലൊക്കെയാണ് ഇയറിങ്സ് ഇടാറുള്ളൂ. അതെപ്പോൾ തോന്നുന്നു അപ്പോൾ നമ്മളിടും, അത്രേ ഉള്ളൂ. അങ്ങനെ എനിക്ക് ഈ ഒരു ഇയറിങ്സ് ഒരുപാട് ഇഷ്ടമായിട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ഡിസൈനും നമ്മുടെ ഈ സാരീസിൻ്റെ ഒക്കെ കൂടെ നല്ല പെർഫെക്റ്റ് മാച്ചായിരിക്കും നമ്മുടെ ഈ ഒരു ഇയറിങ്സ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വൺ ട്രൈ ചെയ്തതല്ലോ ഗൈസ്. അങ്ങനെ നമ്മുടെ സെക്കൻഡ് വൺ ഞാനിപ്പോൾ കയ്യിലെടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ഇയറിങ്സ് ചൂസ് ചെയ്തത് ഞാനാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ വന്നിട്ട് പീകോക്ക് ഡിസൈനാണ് വരുന്നത്. മാത്രമല്ല നല്ല ട്രഡീഷണൽ ലുക്കിലുള്ള ഒരു ഇയറിങ്സ് ആയിരുന്നു കേട്ടോ ഇത്. അപ്പോൾ അവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. അതിലേറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 4 എണ്ണമാണ് നമ്മൾ ചൂസ് ചെയ്തതെന്ന് ഓൾറെഡി പറഞ്ഞല്ലോ. എല്ലാത്തിനും 30 ആയിരുന്നു. പിന്നെ കുറേ സ്റ്റഡ് അങ്ങനെയുള്ള ടൈപ്സ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ സെക്കൻഡ് ടൈപ്പ് ഇയറിങ്സ് ഇതാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഒട്ടും വൈകിപ്പിക്കേണ്ട നമ്മുടെ തേർഡ് വൺ എടുക്കാം ഗായ്സ്. അപ്പം ഞാൻ തേർഡ് വൺ എടുത്തു കേട്ടോ. നമ്മുടെ ബട്ടർഫ്ലൈ ഡിസൈനിൽ വരുന്ന പേളിൻ്റെ ഇയറിങ്സ് ആണ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ ഇത് നല്ല മോഡേൺ ലുക്കിലുള്ള ഒരു ഇയറിങ്സ് ആണ്. അപ്പം ഞാനിത് ഇപ്പോൾ കാതിലിട്ടിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ലുക്കാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ. നമ്മുടെ പേൾ അടിപൊളിയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എവിടെ നിന്നാലും നമ്മുടെ കാതിലെ പേൾ എടുത്തെടുത്ത് കാണിക്കുന്നുണ്ട്. അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു. പിന്നെ ഒരു ബട്ടർഫ്ലൈൻ്റെ ടച്ചും കൂടെ വന്നുകൊണ്ട് പിന്നെ പറയേ വേണ്ട കേട്ടോ ഗായ്സ്. അപ്പം നമ്മുടെ 4th വൺ ആണ് എൻ്റെ കയ്യിലിപ്പോൾ ഇരിക്കുന്നത്. നേരത്തെ എടുത്തത് നമ്മുടെ മമ്മേൻ്റെ ഇയറിങ്സ് ആയിരുന്നു കേട്ടോ, മോഡേൺ ടൈപ്പ്. അപ്പോൾ ഇത് നമ്മുടെ പൈങ്കിളി സെലക്ട് ചെയ്ത ഇയറിങ്സ് ആണ് കേട്ടോ. അപ്പം നമ്മുടെ ജുംക്കയാണ്, ജുംക്ക. അപ്പോൾ ജുംക്ക ലവേഴ്സ് ആയിരിക്കും എല്ലാവരും തന്നെ. അപ്പം ഞാൻ നമ്മുടെ ജുംക്ക ഇങ്ങനെ ഇട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ എല്ലാ ഇയറിങ്സും തന്നെ നമ്മുടെ സാരീൻ്റെ കൂടെ അതുപോലെ നമ്മുടെ ചുരിദാറിൻ്റെ ഒക്കെ കൂടെ പെർഫെക്റ്റ് ആയിട്ടുള്ള മാച്ചാണ്. പിന്നെ നമ്മുടെ മമ്മേൻ്റെ ഇയറിങ്സ് മാത്രമാണ് കുറച്ച് മോഡേൺ ടൈപ്പിൽ വന്നിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഈ 4 ടൈപ്സ് ഓഫ് ഇയറിങ്സ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾക്ക് ഏതാ ഇതിൽ ഇഷ്ടപ്പെട്ടത്, ഏതാണ് ഇഷ്ടപ്പെടാത്തത്? ഇത് രണ്ടും പറയണം മറക്കരുത് കേട്ടോ ഗായ്സ്. അപ്പോൾ ഈ 4 ഇയറിങ്സിനും 30 റുപ്പീസ് ആയിരുന്നു. അപ്പോൾ അവിടെയുള്ള എല്ലാ പീസസ് ഓഫ് ഇയറിങ്സിനും 30 റുപ്പീസാണ് കേട്ടോ ഉള്ളത്. എല്ലാത്തിനും 30 ആണ്. അതിപ്പം വലുത് ചെറുത് അങ്ങനെ ഒന്നുമില്ല കേട്ടോ. നമ്മൾ മുമ്പ് പോയ ഉത്സവത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടുത്തെ ഇയറിങ്സിൻ്റെ ഒക്കെ സ്റ്റാർട്ടിങ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 70 റുപ്പീസാണ്. നമ്മളെ കൊന്നെടുക്കുന്ന വിലയായിരുന്നു. അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് നമുക്ക് ഈ 4 ടൈപ്സ് ഓഫ് ഇയറിങ്സും കിട്ടിയിട്ടുണ്ടായിരുന്നത്. സാധാരണ ഫാൻസി ഷോപ്പിലാണെങ്കിലും ഇതിൻ്റെയൊക്കെ റേറ്റ് ഭയങ്കര കൂടുതലല്ലേ. അപ്പം എന്തൊക്കെ പറഞ്ഞാലും ഈ 4 പേരെയും എനിക്ക് ഒരുപാട് ഇഷ്ടമായി, നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാൻ. ഞാനിതെല്ലാം കൊണ്ടുപോയി പാകത്ത് വെക്കട്ടെ, അല്ലെങ്കിൽ എല്ലാവരും കൂടെ എന്നെ ശരിയാക്കാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.